Good evening, everybody. Respected sir, my brothers, sister-in-law Hasina, real sister Divya, and true sister Lino. കുറച്ച് കാലമായി ഇപ്പോൾ സാറിൻ്റെ കൂടെ തന്നെയാണ്. പറയാൻ അങ്ങനെ ആദ്യമൊക്കെ കുറേ പറയുന്നില്ല, പല വേദികളിലും പറഞ്ഞതാണ്. ഞാൻ തേടി നടക്കുകയായിരുന്നു കുറേ കാലമായിട്ട്. ഇപ്പോൾ ഫൗസീറൊക്കെ എൻ്റെ കൂടെ 2000 പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. കുറേ സ്പിരിച്വൽ ലീഡേഴ്സും മാസ്റ്റേഴ്സിൻ്റെ കൂടെയൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. അവർ പല നോളജ് പറഞ്ഞുതരും. പക്ഷേ ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. എൻ്റെ ഒരു പ്രകൃതി എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ സയൻറ്റിഫിക് അതിൻ്റെ ലോജിക്ക് അറിയണം. അപ്പോൾ ഇന്നത് ഇങ്ങനെയാണെന്ന് പറയണമെങ്കിൽ ഞാൻ കേൾക്കും. കാരണം എന്നെക്കാളും വലിയ ആളാണെങ്കിൽ റെസ്പെക്ട്ഫുള്ളി ഞാൻ കേൾക്കും, ഞാൻ അത് ക്യാരി ചെയ്യും. പക്ഷെ എവിടെയോ ഒരു കൺവിൻസിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതിങ്ങോട്ട് ചവയ്ക്കാൻ ഡൈജസ്റ്റ് ആവില്ല. ആയിരക്കണക്കിന് ആളുകൾക്ക് കർമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, റീഇൻകാർണേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ അഹങ്കാരം പറയില്ല, വിത്ത് ഓൾ ദി ഹ്യൂമിലിറ്റി ഐ എം കമ്മിങ് ടു ദാറ്റ്. അപ്പൊ ഇതൊക്കെ പറയും, ഇങ്ങനെ സോൾ ഇങ്ങനെ വന്നു പോകുന്നു, കർമ്മം ചെയ്ത് തിരിച്ചു പോകുന്നു, ഇതൊക്കെ പറയാറുണ്ട്. പക്ഷെ എൻ്റെ കാട്ടിയും ഉയർന്ന ഗുരുക്കന്മാർ പറയുമ്പോൾ ഞാൻ സംശയമില്ലാതെ ഞാൻ പറയും. പക്ഷെ എൻ്റെ ഉള്ളിൽ അന്നേരം ഞാൻ പൂർണ്ണമായിട്ട് അത് എങ്ങനെയെന്നുള്ള ഒരു ചോദ്യം എപ്പോഴും വരാറുണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ. സാറെ കൂടെ ഞാൻ 1 day ചെയ്തു, ബില്ലിനേഴ്സ് മൈൻഡ് സെറ്റ് ചെയ്തു. അതാണ് ആദ്യം ചെയ്ത് പ്രോഗ്രാം. പിന്നെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് 12 ദിവസം ഒപ്പുണ്ടായി. പക്ഷേ എൻ്റെ ദാഹം കഴിഞ്ഞിട്ടില്ല, ടു ബി വെരി ഫ്രാങ്ക്. ഞാൻ സാറോടൊന്ന് പറഞ്ഞു. ഈ 4 ദിവസം ഇരുന്നപ്പോഴാണ്, ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ദാഹം ഒന്ന് കുറഞ്ഞത്. എപ്പോഴും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവര് കുറെ കാലം വെള്ളം കിട്ടാതെ, വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവുമല്ലോ. പക്ഷെ എവിടെയോ മനസ്സിലുണ്ടാവും കുറച്ചുകൂടി വേണം എന്നുള്ളത്. ആ ഒരു ഫീലിംഗ് ആണ്. ഇപ്പോഴും അത് വളരെ സാറ്റിസ്ഫൈഡ് ആയി. ദാഹം കുറെ കഴിഞ്ഞു. പറഞ്ഞു വരുന്നത് വെച്ചാൽ എല്ലാവർക്കും ഇത് അറിയാൻ മതിയോ, മാസ്റ്റേഴ്സിനൊക്കെ അറിയാൻ മതിയോ, സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ മതിയാം, ഗുരുക്കന്മാർക്ക് അറിയാൻ മതിയാം. അവർക്ക് സമയമില്ലാഞ്ഞിട്ടാണോ അല്ല എന്തെങ്കിലും ഒരു ജെന്യൂൻ റീസൺ ഉണ്ടാകാം. പക്ഷെ ഇത്രയും സിമ്പിളായിട്ട് തുറന്നിട്ട് ഇങ്ങനെ വെറുതെ 4 സ്ലൈഡ് കാണിച്ചിട്ട് ഇത്ര സിമ്പിളായിട്ട് ഈ യൂണിവേഴ്സൽ ട്രൂത്ത് റിവീൽ ചെയ്യണമെങ്കിൽ അതിനുള്ളിൽ വലിയൊരു മനസ്സ് വേണം. അതും ഞാൻ ഒരുപാട് ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തിട്ട് ട്രെയിനിങ്സ് എടുത്തിട്ടുണ്ട് പല ആൾക്കാർ. പക്ഷെ അദ്ദേഹം പറയുമ്പോൾ അതിൽ സംശയമൊന്നുമില്ല. കൺവിക്ഷനാണ് അതിന്റെ ബ്യൂട്ടി. നമ്മളൊക്കെ അതിൽ ആസ്വദിക്കാൻ കാരണം കൺവിക്ഷനാണ്. അപ്പൊ കൺവിക്ഷന്റെ കാരണം എന്താണ്? അതിന് പിന്നിൽ അത്രയും വലിയ റിസർച്ചാണ്. ഇതൊരു മഹാസാഗരാണ്. നമുക്ക് കിട്ടിയപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് ദാഹം മാറ്റാൻ. ഇപ്പൊ ഞാൻ ഇന്ന് എൻ്റെ കൂടെ ട്രെയിനിങ് കഴിഞ്ഞ സരിത എന്നോട് റോബിൻ ചേട്ടൻ്റെ മുന്നിനാ പറഞ്ഞത്, സരിത അടുത്ത 5 പ്രോഗ്രാമും ഞാൻ ഉണ്ടാവും പറഞ്ഞ്. ചേട്ടൻ കിട്ടില്ലേ, 4 days പ്രോഗ്രാം ഉണ്ട്, 5 പ്രോഗ്രാമും ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകും. കാരണം അത് ഒരു ബ്യൂട്ടിഫുൾ സാധനമാണ്. വേറെ ഒന്ന് 2ാമത്തെ ദിവസം സാറ് പറഞ്ഞെങ്കിലും ഞാൻ വൈഫിനെ വിളിച്ചു പറഞ്ഞു, അടുത്ത കോഴ്സ് നീ എന്തായാലും ചെയ്യണം. അതെന്താ ഞാൻ ചെയ്യണം? പറയാം, അത് നീ ചെയ്യണം. ഞാനും ഉണ്ടാവും, കഴിയുന്നതും നമ്മൾ ഉണ്ടാവും. ഇനി 1-2 പ്രോഗ്രാം ചെയ്യണം. കാരണം ഒരു ഹ്യൂമൻ ബീങ്, വെരി ഫ്രാങ്ക്, എല്ലാവരും റേഞ്ച് ഉണ്ട്. എന്നാലും ഒരു ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ആ ജീവിതത്തിന് ആസ്വദിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ജീവിക്കാൻ ആരും ജീവിക്കും, എല്ലാ ജീവികളും ജീവിക്കും. പക്ഷെ ആ ജീവിതത്തിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി, അതിന്റെ സത്യം മനസ്സിലാക്കിയിട്ട് അത് ജീവിക്കണമെങ്കിൽ ഐ ഡു സേ ദിസ് ഇസ് എ റൈറ്റ് കോഴ്സ്. കാരണം unless you understand, realize how your mind functions, what's the purpose of your mind, you will not be able to do anything. ഇത് കൂടാതെ എൻ്റെ പഴയ ആർട്ട് ഓഫ് ലിവിംഗ് ട്രെയിനേഴ്സിനൊക്കെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഇപ്പോഴും എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. അവരെ വിളിച്ചു പറഞ്ഞു, ഡിയർ ഫ്രണ്ട്സ്, നമ്മളൊക്കെ ഇത്രയും കാലം ചെയ്തതെന്ന് വെച്ചാൽ ധ്യാനം പഠിപ്പിച്ച കുറെ ധ്യാനം ചെയ്തു. പക്ഷെ എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് കൃത്യമായി പഠിക്കാതെ, അതിന് തിരിച്ചറിയാതെ ധ്യാനം കുറച്ച് ചെയ്ത് കാര്യമില്ല. ഞാൻ ക്ലാസ്സിൽ പലപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ നമ്മളെ സ്ലൈഡ് കാണിച്ച സാധനം തന്നെയാണ്. ഞാൻ പറയാറ്, ഈ കല്ലുവാഴ എന്ന് പറയും കോഴിക്കോട്, അറിയില്ലേ? കല്ലുവാഴ ഇവിടെ തന്നെയല്ലേ പറയാം. കല്ലുവാഴ കുഴിച്ചിട്ട് അവരൊരുപാട് വളമിട്ട് നല്ലോണം കെയർ ചെയ്ത് വേലിയൊക്കെ കെട്ടി പ്രോപ്പർ ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു, റിമോട്ടൊക്കെ വെച്ച് ഒക്കെ ചെയ്താലും അതിൽ എന്തേ ഉണ്ടാവുള്ളൂ? എന്തേ കൊലയ്ക്കുള്ളൂ? കല്ലുവാഴ കുറച്ചുകൂടി വലുത് കൊലയ്ക്കും, കാരണം കുറച്ച് വളം കൃത്യമായി കിട്ടിയതുകൊണ്ട്. നേന്ത്രക്കായ ഉണ്ടാവണമെങ്കിൽ അതിൽ വിത്ത് എന്തായിരിക്കണം? നേന്ത്രക്കായ തന്നെ ആയിരിക്കണം. ഇന്നിപ്പോ നമ്മളെ ഇവിടെ കാണിച്ച സാധനം തന്നെ, ഗാർഡൻ, മൈൻഡ് ഈസ് ഗാർഡൻ ഉള്ളത്. അപ്പൊ അവിടെ ആദ്യം കുറച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ടൊക്കെ വിത്ത് ഇട്ടിട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ ശരിയായ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുക. അതാണ് കോഴ്സിന്റെ എക്സ്പീരിയൻസ്. നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. അത്രയോ കോടി ആളുകളിൽ ഈ 12 ആളുകൾ, ഇതിന് മുന്നേ കുറച്ച് പേര് ഈ നോളജിൽ വന്ന്, പക്ഷെ ഇന്നത്തെ ഈ ഒരു നിമിഷം ഈ ഭൂമിയിൽ 600 കോടി ആളുകളിൽ നമ്മൾ 12 പേർക്ക് മാത്രമാണ് ഈ നോളജ് കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹൗ ലക്കി വി ആർ, ഇസ്ന്റ് ഇറ്റ്? വാട്ട് ഡു യു സേ?
അപ്പൊ അതൊന്ന്. രണ്ടാമത്തെ ഗോളിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പണ്ടേ ഉള്ള എന്റെ ഗോളാണ്, ഓഫ് കോഴ്സ് ഒരു ട്രെയിനറിന് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഗോള് വേൾഡ് ക്ലാസ് ട്രെയിനർ ആവാൻ എന്നാണ്. അത് ഞാൻ ആവും എന്നുള്ളത് ഉറപ്പാണ്, ആക്ച്വലി ആണ്, അപ്പൊ അത് സംശയമില്ല. അപ്പൊ അത് വേറെ കാര്യം. വേറെ പ്രൊജക്ട് എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ സംസാരിക്കുമ്പോഴാണ് ചേട്ടനും ഐഡിയ ഉണ്ട്, സ്കൂൾ ഓഫ് ട്രെയിനിങ് എന്ന് വെച്ചാൽ ഇപ്പൊ MBAക്ക് ട്രെയിനിങ് സ്കൂൾസ് ഉണ്ട്, എഞ്ചിനീയറിംഗിനുണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഒരു +2 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ബിഫോർ ദാറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല, ഒരു കൊല്ലം കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയക്കാം, യൂത്തിനെ ഒരു കൊല്ലം അവിടെ പറഞ്ഞയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ക്ലാസ്സുകൾ ഉണ്ടാവും. ഒരു 50 ആഴ്ച 50 ട്രെയിനേഴ്സ് 50 കാര്യങ്ങളിൽ ട്രെയിൻ ചെയ്യുക, അവനെ ഒന്ന് സെറ്റാക്കിയിട്ട് വിടുക. ഇതാണ് ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എൻ്റെ ഒരു എപ്പോഴും എവിടെയോ സേവനം ചെയ്യണം എന്നുള്ളത് ആദ്യമുള്ളൊരു സാധനമാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞാൻ കഴിഞ്ഞ ജൂലൈ 17 ഫസ്റ്റ് ലോ ഓഫ് അട്രാക്ഷൻ പ്രോഗ്രാം തുടങ്ങിയത്. അന്ന് കൊടുത്തൊരു കമ്മിറ്റ്മെന്റ് ആണ് 100 കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ. ഈ കൊല്ലം 17 തീയതി ചൊവ്വാഴ്ചയാണ് വരുന്നത്, അതുകൊണ്ട് ഞായറാഴ്ച 22 പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. 100 കുട്ടികൾക്ക് നമ്മളുടെ ഈ ഫുൾ പ്രോഗ്രാംസും ഫ്രീ ആയിട്ട് കൊടുക്കണം. അതൊരു 5 വർഷം ആകുമ്പോഴത്തേക്ക് 1000 കുട്ടികളിൽ എത്തിക്കണം. അപ്പൊ ഒരു 1000 കുട്ടികളെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അവരെ ഭക്ഷണവും തുണിയും ഇത് കൊടുക്കലല്ല, ഓരോ സ്ഥലത്ത് പോയിട്ട് എക്കണോമിക്കലി കുറച്ച് ബുദ്ധിമുട്ടുള്ള പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ, വെറുതെ കുട്ടികളെ എടുത്ത് അഡോപ്റ്റ് ചെയ്യല്ല, ആ കുട്ടികളെ എടുത്തിട്ട് ഇതുപോലെ കുറെ ട്രെയിനിങ്സ് ഒക്കെ കൊടുത്ത് സമൂഹത്തിൽ അവർ വലുതാകുമ്പോഴത്തേക്കും ഒരു IAS IPS ലെവലുള്ള ആ റേഞ്ചിലുള്ള 1000 പേരെ നമുക്ക് കേരളത്തിൽ പറഞ്ഞു വിടണം. മെല്ലെ സ്ലോ പ്രോസസ് ആയിരിക്കണം. പോസിറ്റീവ് തിങ്കിങ് ഉള്ള, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള, നന്മയുള്ള ആളുകൾ. ഒരാളുണ്ടായാൽ മതി ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ഒരു വിജയൻ സാറാണല്ലോ കേരളത്തിലും ലോകം മുഴുവൻ മൂവ്മെന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റാണ് ഇപ്പൊ ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് പ്രൊജക്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പ്രഗ്നന്റ് സ്റ്റേജിൽ തന്നെ അവരുടെ മൈൻഡിലെ ചേഞ്ചസ് കൊണ്ടുവന്ന് ഇനി വരാൻ പോകുന്ന കുട്ടികളെയും പ്രകൃതിയിൽ വരാൻ പോകുന്ന കുട്ടികളെയും നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പം നമ്മളുടെ മൈൻഡ് പവറിന്റെ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം കൊണ്ട് നല്ല 1-2 ആയുർവേദ ഡോക്ടേഴ്സ് വന്നിട്ടുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പ്രഗ്നൻസി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദിക് ട്രീറ്റ്മെന്റ്സോട് കൂടിയിട്ടും പിന്നെ നമ്മളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും പെയിൻലെസ് ഡെലിവറിയും എല്ലാം കൂടി ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം റോബിൻ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം സ്കൂളിന്റെ കാര്യത്തിൽ. അപ്പം ഐ എം വെരി ഹാപ്പി ഫോർ ഇറ്റ്. ആ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പം 22 തീയതി ഞാൻ സാറോട് പറഞ്ഞിട്ടുള്ളൂ, സാറിന് പ്രോഗ്രാം എനിക്കറിയില്ല, സാറിന് 22 തീയതി വരാൻ സാധിക്കുമെങ്കിൽ സാർ ഒന്ന് വന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്യണം പ്രോഗ്രാം. ഐ ഡോണ്ട് നോ വാട്ട്സ് എ പ്രോഗ്രാം മറ്റും, ഇല്ലെങ്കിൽ സാറിന്റെ ബ്ലെസ്സിങ്സ് വേണം. പിന്നെ നിങ്ങളെല്ലാവരും ഞാൻ പേഴ്സണലി ആൻഡ് ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യാണ്. കോഴിക്കോട് SK പൊറ്റക്കാട് ഹാളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. രാവിലെ 9 o'clock പ്രോഗ്രാം തുടങ്ങും. 5 മണിയാകുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞു. അതിന്റെ പ്രോഗ്രാം ഇന്ന് വരെ ആരാണ് എന്താ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇറ്റ് വിൽ ഹാപ്പൻ. സാറിനോട് ഞാൻ പേഴ്സണലി ഒന്നുകൂടി വിളിച്ചിട്ട് ഡേറ്റും വാങ്ങാം. ആൻഡ് വെരി ഹാപ്പി ടു ബി വിത്ത് യു. യു ഹാവ് ബീൻ വെരി ലവിങ് ആൻഡ് lots of fun and enjoyment. Thank you very much and all the best.